മുൻ മന്ത്രി കെ ശൈലജയെ ടീച്ചറമ്മ എന്ന് വിശേഷിപ്പിക്കുന്നതിനെ ചോദ്യം ചെയ്ത് മുൻ മന്ത്രിയും CPM നേതാവുമായ ജി സുധാകരൻ രംഗത്തു വന്നു. മുൻ MLA ജോസഫ് പുതുശ്ശേരിയെ പക്ഷം ജനപക്ഷം എന്ന പുസ്തകത്തിൽ ടീച്ചറമ്മ എന്ന് വിശേഷിപ്പിച്ചതിനെ ചോദ്യം ചെയ്താണ് സുധാകരൻ രംഗത്തു വന്നത്. കഴിഞ്ഞ കുറേ കാലമായി CPMലെ വേറിട്ട ശബ്ദമായി മാറിയിരിക്കുന്ന സുധാകരൻ പ്രതിപക്ഷ നേതാവിന് ഗുഡ് സർട്ടിഫിക്കറ്റും നൽകി. മുൻ മന്ത്രി കെ ശൈലജയെ ടീച്ചറമ്മ എന്ന് വിശേഷിപ്പിച്ച് മുൻ MLA ജോസഫ് പുതുശ്ശേരി തൻ്റെ പുസ്തകത്തിൽ എഴുതിയതിനെ രൂക്ഷമായി വിമർശിച്ച് മുൻ മന്ത്രി ജി സുധാകരൻ രംഗത്ത് വന്നു. ആരാണ് ടീച്ചറമ്മ? ടീച്ചറമ്മയെ എനിക്കറിയില്ല. മന്ത്രിയാണെങ്കിലും നേതാവാണെങ്കിലും ഇത്തരം അനാവശ്യ വിശേഷണങ്ങൾ ഒഴിവാക്കണമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അപ്പൊ അവരവരുടെ പേര് പറഞ്ഞാൽ അതിനെപ്പറ്റി നമ്മൾ കൂടുതലായിട്ട് പറയുന്നത് ആയിക്കോട്ടെ. ഒരു പ്രത്യേക ആള് മന്ത്രിയായാലും നമ്മൾ വേദനിക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ടൊന്നും വേദനിക്കേണ്ട കാര്യമില്ല. മന്ത്രിയാവേണ്ട ആരെല്ലാം മന്ത്രിമാരായിട്ട് എത്ര പേര് മന്ത്രിമാരായാലും കഴിവുള്ളവർ നാളെ ആകുമായിരിക്കും. പ്രായം വളരെ വാർത്തകളൊന്നും ആയില്ലെങ്കിൽ ആകുമായിരിക്കും. ഞാനത് വിമർശിക്കുകയല്ല. ജോസഫ് പുതുശ്ശേരിയുടെ പക്ഷം ജനപക്ഷം എന്ന പുസ്തകം ഏറ്റുവാങ്ങി സംസാരിച്ചപ്പോഴാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ടീച്ചറമ്മയെ മുഖ്യമന്ത്രി ആക്കിയില്ലെന്ന് ചിലർ പറയുന്നു എന്നും രോഷാകുലനായി CPM നേതാവ് ജി സുധാകരൻ പറഞ്ഞു. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ, ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ എന്നിവർ ആദർശം പ്രസംഗിക്കുമ്പോഴും ഇരട്ടത്താപ്പ് കാട്ടിയവരാണ്. അഴിമതിക്കാരായ മന്ത്രിമാരെ സംരക്ഷിച്ചവരാണ് ഇരുവരും. പാർട്ടിയിൽ സഹനവും സമരങ്ങളും നടത്തിയവർക്ക് മാത്രമേ മന്ത്രി സ്ഥാനത്തെത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. എന്നാൽ മന്ത്രിയായതുകൊണ്ട് മാത്രം പാർട്ടിയിൽ എല്ലാം ആകുന്നില്ല. വഹിക്കുന്ന പദവി ഉപയോഗിച്ച് പാർട്ടിയെ നശിപ്പിക്കാനല്ല, മറിച്ച് വളർത്താനാണ് ശ്രമിക്കേണ്ടതെന്നും സുധാകരൻ പറഞ്ഞു. സ്റ്റാലിനെ പറ്റി പറഞ്ഞു. അത് പക്ഷേ സ്റ്റാലിൻ്റെ ഗവൺമെൻറ് അഴിമതി ഗവൺമെൻറ്റാണ്. മറന്നുപോയത്. 2 മന്ത്രിമാർ ജയിലിൽ കിടക്കുക. എന്നിട്ട് ആ മന്ത്രിമാരെ മാറ്റിയിട്ടില്ല. അതുകൊണ്ട് മാറ്റിയിടുന്നത് ശരിയാണ്. ബാക്കി കാര്യങ്ങളൊക്കെ ശരിയാണ്. അപ്പോൾ അഴിമതി കാണിക്കുന്ന ആൾ ശരിയാണ്. കോട്ടയം ഗവൺമെൻറ് കോടതി തന്നെ ജാമ്യം കൊടുക്കുന്നില്ല. ജയിലിൽ മാറ്റണ്ട. കേജ്രിവാൾ തന്നെ ഇല്ല. ജയിലിലടച്ചാലും മാറ്റുന്നില്ല. ഈ വ്യവസ്ഥയുടെ ഇംപെർഫെക്ഷനൊക്കെ നന്നായിട്ട് അറിയാം. പക്ഷേ ഞാനൊരു മാർക്സിസ്റ്റുകാരനായതുകൊണ്ട് ഇംപെർഫെക്റ്റ് ആണെന്ന് വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനം. പക്ഷേ ഇംപെർഫെക്ഷനിലെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളതാണ് പാർലമെന്റ്. ആ ഇംപെർഫെക്ഷനിലെ ഏറ്റവും പെർഫെക്റ്റ്. MD വിഷയത്തിൽ മന്ത്രി സജി ചെറിയാനെയും സുധാകരൻ രൂക്ഷമായി വിമർശിച്ചു. MDയുടെ പ്രസംഗവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ അവകാശമില്ലെന്നാണ് ഏതോ ഒരു മന്ത്രി പറഞ്ഞത്. പറയാത്ത കാര്യത്തിന് മറുപടി പറയുന്നത് ബുദ്ധിപരമായ കാര്യമല്ല. ഏത് ചെറിയാൻ ആയാൽ എന്താ? ചെറിയാനോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞോ? അയാൾ എൻ്റെ ജൂനിയറായി പ്രവർത്തിച്ച് മന്ത്രിയായി എന്ന് വിചാരിച്ചിട്ട് എന്നെപ്പറ്റി ഒന്നും പറയേണ്ട കാര്യമില്ലെന്നും സുധാകരൻ പറഞ്ഞു. MD വിഷയത്തിൽ താൻ പറഞ്ഞത് പലരും വളച്ചൊടിച്ചു. എന്നാൽ അത് കൃത്യമായി കൊടുക്കാൻ ഉത്തരവാദിത്വമുള്ള പാർട്ടി പത്രം ഒരു വരി പോലും കൊടുത്തില്ലെന്നും അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയ പാർട്ടികൾക്കകത്ത് കയറി ക്രിമിനലൈസ്ഡ് ആക്ടിവിറ്റീസ് നടത്തി പാർട്ടികളുടെ ലേബലിൽ വിലസുന്നവരെയാണ് പൊളിറ്റിക്കൽ ക്രിമിനൽ എന്ന് ഞാൻ ഇത് പറഞ്ഞത് 2 വർഷമായി. 2021 പറഞ്ഞു. അത് വർദ്ധിച്ചു വരുന്നുണ്ട്. ഈ പൊളിറ്റിക്കൽ ക്രിമിനലുകളുമായി ചങ്ങാത്തം കൂടി പത്രമാധ്യമങ്ങളിൽ അവരുടെ താല്പര്യപ്രകാരം വാർത്ത കൊടുക്കുന്ന ഒരു കൂട്ടം പൊളിറ്റിക്കൽ ക്രിമിനലുകളായിട്ടുള്ള ജേർണലിസ്റ്റുകളും പ്രാദേശികമായിട്ട് മോളോട്ടല്ല. പ്രതിപക്ഷ നേതാവ് VT സതീശന് എൻ്റെ ഡയറിയിൽ ഗുഡ് സർട്ടിഫിക്കറ്റാണ് നൽകിയിരിക്കുന്നത്. ഓരോരുത്തരും ഇരിക്കുന്ന സ്ഥാനത്ത് മികച്ച രീതിയിൽ പ്രവർത്തിക്കണമെന്നും പൊളിറ്റിക്കൽ ക്രിമിനലുകളായ ജേർണലിസ്റ്റുകൾ ഉണ്ടെന്നും എന്തു പറഞ്ഞാലും അവർ മാറ്റി എഴുതുന്നവരാണെന്നും ഇന്ദിരാഗാന്ധി ബാങ്കുകളെ ദേശസാൽക്കരിച്ചത് ശരിയായ നടപടിയായിരുന്നു എന്നും സുധാകരൻ പറഞ്ഞു. UDF നേതാക്കളും BJP നേതാവ് കുമ്മനം രാജശേഖരനും പങ്കെടുത്ത പരിപാടിയിലാണ് സുധാകരൻ തൻ്റെ നിലപാട് വ്യക്തമാക്കിയത്.